My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്പെഷ്യലി വരുന്ന ദിവസങ്ങളിൽ ഈ മാസം നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ട് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ, ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് അടുത്തത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ അറിയേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ 3 ഗ്രൂപ്പ്സ് കാണാൻ സാധിക്കും ആസ് യൂഷ്വൽ. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. ഏത് ഗ്രൂപ്പിനോടാണോ അല്ലെങ്കിൽ ഏത് ക്യാൻഡിലിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, സോ അത് മാത്രം സെലക്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഹേയ് ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 1. സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഒരു ആരെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ വലിയ രീതിയിൽ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളത് വലിയ രീതിയിൽ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഓക്കെ, സോ എന്തെങ്കിലും കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, അത് ഈവൻ ലൈക്ക് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന കാര്യമായിരിക്കാം, നിങ്ങൾ ഒരുപാട് ലിമിറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, എന്തോ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ലിവ് ഇറ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. ഒന്നും നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒന്നും നിങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക. ഒരു കാര്യം അങ്ങനെ കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ ലിമിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കാതിരിക്കുക. ഓക്കെ, സോ ടേക്ക് ബാക്ക് യുവർ പവർ ഓർ ടേക്ക് ബാക്ക് യുവർ എനർജി. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1 എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കുള്ള മെസ്സേജ്. ഗ്രൂപ്പ് നമ്പർ 1, കമോൺ ഗ്രൂപ്പ് നമ്പർ 1. ഇമോഷണലി നിങ്ങൾ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടില്ല, ലെറ്റ് ഇറ്റ് ഗോ. ഓക്കെ, സോ ഒന്നിലും നിങ്ങൾ ഹോൾഡ് ചെയ്യാതിരിക്കുക, പോസിബിലിറ്റിയിലേക്ക് നോക്കുക, ചാൻസസ് കൊടുക്കുക, വീണ്ടും പുതിയ പുതിയ കാര്യത്തിലേക്ക് വരാൻ ടൈം വേസ്റ്റ് ആക്കാതിരിക്കുക. കമോൺ. ഓക്കെ, സോ അതാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒന്നിലും നിങ്ങളെ ലിമിറ്റ് ചെയ്യാതിരിക്കുക, പാസ്റ്റിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിർത്താതിരിക്കുക. ഇത് നിങ്ങൾക്കുള്ള ഒരു അവേക്കനിങ് മെസ്സേജ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള, നടക്കാതെ പോയിട്ടുള്ള, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഒരുപാട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. സോ ബിക്കോസ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഈ സമയം കേൾക്കേണ്ടത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? അവേക്കൻ. ചിന്തിക്കുക, ഡീപ്പായിട്ട് ചിന്തിക്കുക, പഠിക്കുക, ലൈഫ് എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. സോ മെച്യൂർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്നതും അതാണ്. സിറ്റുവേഷൻ നിങ്ങളെ കോൾ ചെയ്യുന്നതും സിറ്റുവേഷൻ മെച്യൂർഡ് ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലിസൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ വളരെ നല്ല രീതിയിൽ ലിസൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ചില സിറ്റുവേഷൻ നിങ്ങൾ ചെയ്തിട്ടുള്ള, നിങ്ങൾ പോയിട്ടുള്ള പല അവസ്ഥകളും നിങ്ങൾ അനലൈസ് ചെയ്യുന്നതും നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് അല്ലെ. ചില അവസ്ഥകൾ നിങ്ങൾ കൂടുതൽ അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളൊരു നല്ലൊരു ടീച്ചർ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പ്രൊഫഷണലി ആ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാന്നുള്ളതല്ല, നിങ്ങൾ നല്ലൊരു ടീച്ചർ ആവുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും. സോ കുറച്ച് സമയത്തേക്ക് നിങ്ങളൊരു ടീച്ചർ പോലെയാണ്, അല്ലെങ്കിൽ ഒരു മെന്റർ പോലെയാണ്. നിങ്ങൾ അഡ്വൈസ് കൊടുക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ ആളുകളെ എന്റർടൈൻ ചെയ്യുന്നു, നിങ്ങൾ ആളുകളുടെ ഒരു അറ്റൻഷൻ അതുപോലെ കണക്ട് ചെയ്യുന്നു, നല്ലൊരു അഡ്വൈസർ ആവുന്നുണ്ട് നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുക. ഓൾ ഓഫ് സഡൻ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരിക്കണം, കേൾക്കുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ഹീലിംഗ് പ്രൊഫഷനിലേക്ക് വരുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, മെഡിക്കൽ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് വരുന്ന ആളുകളായിരിക്കാം, ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിലേക്ക് വരാൻ, അല്ലെങ്കിൽ സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടാലൻസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഈവൻ ഇതൊന്നും നിങ്ങൾ പ്രൊഫഷണലി പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കുള്ള ഒരു ഡോക്ടറാണ്. നിങ്ങൾ കുറച്ച് സമയത്തേക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യും, നിങ്ങൾ ഹീൽ ചെയ്യും, നിങ്ങൾ കൗൺസിലിംഗ് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില സൈക്കിക് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് തരുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾക്ക് അതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്.
ചില കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊരു സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ലൈഫിൽ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ പോയിട്ടുള്ളൊരു പാസ്റ്റ് സിറ്റുവേഷൻ നിങ്ങളൊരു വിഷമമായിട്ടല്ല എടുക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ലെസൺ ആണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അതൊരു വിഷമമായിട്ടേ അല്ല നിങ്ങൾ എടുക്കേണ്ടത്. അതിന് എന്താണ് നിങ്ങൾ ഗെയിൻ ചെയ്തിട്ടുള്ളത്, അതാണ് നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അതാണ് നിങ്ങളുടെ ഒരു പുതിയൊരു പാത്തിലേക്ക് വരാൻ നിങ്ങൾ ഒരു പില്ലറായിട്ട് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിട്ട് എടുക്കരുത്. ഇൻസ്റ്റീഡ് ഓഫ് ദാറ്റ് ടേക്ക് ഇറ്റ് ആസ് എ സ്ട്രെങ്ത്. ഓക്കെ, ബിക്കോസ് അതാണ് നിങ്ങളെ പുതിയൊരു പ്ലേസിലേക്ക് ലീഡ് ചെയ്യുന്നത്. പ്രോബബ്ലി അതായിരിക്കാം നിങ്ങളൊരു പ്രൊഫഷനിലേക്ക് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ചു കഴിയുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജോബിലേക്ക് വരുന്നതായിരിക്കാം. ഒരു ഇൻകം വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഇൻകം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്കോ സിറ്റുവേഷനിലേക്കോ നിങ്ങൾ വരുന്നുണ്ടായിരിക്കണം. ജോബിലേക്ക് വലിയ രീതിയിൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. ജോബ് റിലേറ്റഡ് ആയിട്ട് യാത്രകൾ ഇൻവോൾവ് ആവുന്നുണ്ട് നിങ്ങൾക്ക്. സോ വീട് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കാം. പുതിയ കാര്യങ്ങൾ, ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ സ്കിൽസ്, പുതിയ സിറ്റുവേഷൻ, പുതിയ പ്ലേസ്, പുതിയ ആളുകളെയൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സേവിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് അതില്ലാത്തൊരു ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ലോലി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതും നിങ്ങളുടെ ഇൻകംസ്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന വരുമാനം ബെറ്റർ ആയിട്ട് സേവ് ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കണം. കാരണം വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു സേവിങ്സ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സേവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കമായിരിക്കാം ലൈഫിൽ, ഒരു പുതിയൊരു അനുഭവമായിരിക്കാം, പുതിയൊരു ഡിസിപ്ലിൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്, പുതിയൊരു യാത്ര ജീവിതത്തിന്റെ. ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇമോഷണലി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പുതിയൊരു അനുഭവത്തിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇന്നലെ വരെ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൽ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പുതിയ ചിന്താഗതി അല്ലെങ്കിൽ പുതിയ ഇമോഷൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾ ആ ഒരു പ്ലേസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങൾ വിചാരിക്കും ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്നുള്ളത്. പക്ഷെ ഒരു റിയൽ പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ കോൺസെൻട്രേഷനും ഈ ഒരു കാര്യത്തിലേക്ക് വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഇമോഷണൽ സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ അതേസമയം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്ട്രഗിളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില ഇമോഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരുന്നൊരു നല്ല മാറ്റമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിറ്റുവേഷൻസ് കാരണം തന്നെ നിങ്ങളായിട്ട് എടുക്കുന്നതായിക്കൊള്ളണമെന്നില്ല, പക്ഷെ സാഹചര്യം നിങ്ങളെ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒന്നുകൂടി ഒരു എക്സൈറ്റ്മെന്റ് ലൈഫിൽ കൊണ്ടുവരാനും നിങ്ങൾക്കൊരു എന്തൂസിയാസം തരാനും കുറച്ചുകൂടെ ഒന്ന് ചാർജ് ആവാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ലൈഫിനോട് സിറ്റുവേഷനോടൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നിങ്ങൾ കാണാൻ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻ ആയിട്ട് നിങ്ങൾ കാണാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, കുറെ കാര്യങ്ങൾ നിങ്ങൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നല്ല നല്ല ചേഞ്ചസ് ആണ്. ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില ഓഫേഴ്സ് ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അവസരങ്ങളായിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജോബ് വീണ്ടും നിങ്ങളെ ക്ഷണിക്കുന്നതായിരിക്കാം. ഒരു പ്ലേസ് നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വരുന്ന ദിവസങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവാം. സഡൻ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ചില ആക്ഷൻസ്, പെട്ടെന്ന് സ്ഥലം മാറുക, പെട്ടെന്ന് പൊസിഷൻസ് മാറുക, പെട്ടെന്ന് ഡിസിഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവുക, ഈവൻ നിങ്ങളുടെ ഇമോഷൻസിലും പെട്ടെന്ന് ഒരു മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇന്നലെ വരെ നിങ്ങൾ വേറെ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെയല്ല. ഓക്കെ, സോ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ, ഇമോഷണൽ ട്രാൻസ്ഫോർമേഷൻ, സിറ്റുവേഷൻ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ പഠിക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സബ്ജക്ട് വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കുന്നതായിരിക്കാം. അതായത് നിങ്ങൾ ശരിക്കും എന്തൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. കാരണം നിങ്ങൾ എന്താണോ ഗെയിൻ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഏൺ ചെയ്യുന്നത്, എന്താണോ നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്, അത് നിങ്ങൾ
നിങ്ങളുടെ ലൈഫ് ലോങ്ങിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോലെയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ സേവ് ചെയ്യുന്നത് പോലെ. സോ അത് നിങ്ങളുടെ ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. സോ നിങ്ങൾ ഈ ഒരു ടൈമിൽ പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായിക്കോട്ടെ, നിങ്ങൾ സേവ് ചെയ്യുന്ന ക്യാഷ് ആയിക്കോട്ടെ, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് പില്ലേഴ്സ് തരുന്ന ഒരു കാര്യമാണ്. സോ വരുന്ന ഒരു 30 days അല്ലെങ്കിൽ വരുന്ന ഒരു 3-4 weeks ടൈം നിങ്ങൾ ഇതുപോലത്തെ ചില സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. ഇത് വൈസായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കൂടെ സാധിക്കണം. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ നിങ്ങൾ ചില പുതിയ കാര്യങ്ങളിലേക്ക് വരാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അത് അല്ലെ. പുതിയ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് നിന്ന് പെട്ടെന്ന് മാറ്റം അഡോപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ വരുന്ന കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതും അതാണ്. നിങ്ങൾക്ക് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതുവരെ യൂസ്ഡ് അല്ലാത്ത ചില പ്ലേസിലേക്ക് അനുഭവത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതായിരിക്കാം. നിങ്ങളൊരു പുതിയ ജോബിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ അതുവരെയുള്ള ഒരു പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണ് അല്ലെ. നിങ്ങളുടെ പൊസിഷനിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ഥാനം മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്കൊരു നല്ലൊരു സ്പിരിച്വൽ ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളെന്ന വ്യക്തിയെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതിലുള്ള കാഴ്ചപ്പാടിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എന്ത് പഠിച്ചു, അതൊക്കെ നിങ്ങളെന്ന വ്യക്തി ഒരു സ്ട്രോങ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫൈനാൻഷ്യലി ആണ് നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ജോബിലേക്കൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. പ്രൊമോഷൻ, വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രൊമോഷൻ, മേ ബി ലൈക്ക് ഡിഫറെന്റ് പ്ലേസിലേക്കായിരിക്കാം നിങ്ങൾക്ക് പ്രൊമോട്ടഡ് ആയിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം. വേറെ പ്ലേസിലേക്ക് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫേവർ ആയിട്ടാണ് കാണുന്നത്. സോ വേറെ പ്ലേസിൽ എന്തെങ്കിലും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റുക എന്നുള്ളതല്ല, മേ ബി അങ്ങനെയോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നതും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ചില ആളുകൾ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. സോ പ്രോബബ്ലി നിങ്ങൾക്ക് അതൊരു പുതിയൊരു അനുഭവമായിരിക്കാം. ഓക്കെ, സോ ചില ആളുകളെ ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അതിന്റെ പിറകെ പോകാൻ തോന്നുന്ന ചില അനുഭവങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. സോ ചില ഇഷ്ടത്തിന്റെ പിറകെ പോവാ, ചില താല്പര്യത്തിന്റെ പിറകെ പോവാ, ചില ആളുകളുടെ പിറകെ പോവാ, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൂടെ സംഭവിക്കുന്നുണ്ട്. സോ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതല്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ചില സമയത്ത് നിങ്ങൾക്ക് ചില കാര്യത്തിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ അതിന്റെ ബ്ലൈൻഡ്ലി നിങ്ങൾ ചില കാര്യത്തിന്റെ പിറകെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. അത് ഈവൻ നിങ്ങൾക്ക് വരുന്നൊരു ഫൈനാൻഷ്യൽ പ്ലാനും ആയിരിക്കാം. സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് എടുത്തു ചാടിയിട്ട് വരരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നല്ല ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തോ സേവ് ചെയ്യുന്ന സമയത്തോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും. പക്ഷെ അതിന്റെ ഒരു ജെന്യൂനിറ്റി മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അന്വേഷിച്ച് മാത്രം നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആണ് ലൈഫിൽ, വളരെ ഒരു എന്തൂസിയാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ലൈഫ് ഈ ഒരു സമയത്ത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾ വരും വരായികകളൊക്കെ നോക്കാനുള്ള ഒരു സാധ്യതയെ കുറവാണ്. അത് ഈവൻ ലൈക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും. ഓക്കെ, സോ അതുവരെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ടുള്ള നിന്നിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഇമോഷണൽ സിറ്റുവേഷൻസിലേക്ക് വരിക, പെട്ടെന്ന് ചില താല്പര്യങ്ങൾ വരിക, ചില താല്പര്യത്തില് നിങ്ങളുടെ ചില താല്പര്യങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ, ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഓക്കെ, സോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം, അല്ലെങ്കിൽ വളരെ ഡീസെന്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ബിക്കോസ് നിങ്ങൾ അതുപോലത്തെ പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്, അതുപോലത്തെ ഒരു ഫംഗ്ഷന്റെ ഭാഗമാവേണ്ടതായിട്ടുണ്ട്. അത് ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് അത് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഓക്കെ, സോ നിങ്ങളൊരു ബെറ്റർ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ വസ്ത്രത്തിൽ മാറ്റങ്ങൾ വരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അല്ലെ. സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ കൂടെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങുക, ഓർണമെന്റ്സ് വാങ്ങുക, മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങുക. അത് ഈവൻ ലൈക്ക് ചില ആളുകൾക്ക് വാഹനങ്ങളോ മൃഗങ്ങളോ വാങ്ങിക്കുന്നതായിരിക്കാം. ഓക്കെ, ആനിമൽസ്, ബേർഡ്സ്, ചില ആളുകൾ ക്യാഷ് കൊടുത്ത് ബേർഡ്സിനെ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം, ആനിമൽസിനെ വാങ്ങിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ജീവികളെ നിങ്ങൾ വാങ്ങിക്കാനും അതിനൊക്കെ പെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട് ചില ആളുകള്. അതായത് നിങ്ങളുടെ ഒരു നിങ്ങളെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഈ ഒരു 1 മന്തിലേക്ക് നോക്കുന്ന സമയത്ത് വളരെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള
ഒരു രീതിയിലാണ് നിങ്ങൾ ലൈഫ് കണക്ട് ചെയ്യുന്നത്, അത് പ്രോബബ്ലി ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അതായത് പല ആളുകൾക്കും അത്ര ഒരു ധൈര്യം ഉണ്ടായിരിക്കില്ല ഇതുപോലത്തെ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ. സോ നോർമലി ആളുകൾ ഫോളോ ചെയ്യാത്തൊരു ലൈഫ് പാറ്റേണിലേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകള്, അവിടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സറൗണ്ടിങ്സ്, കൂടെ കൂട്ടാൻ പോകുന്ന ആളുകള്, ഈവൻ നിങ്ങളുടെ സറൗണ്ടിങ്, നിങ്ങളുടെ വീടായിക്കോട്ടെ, നിങ്ങൾ താമസിക്കുന്ന പ്ലേസ് ആയിക്കോട്ടെ, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന പ്ലേസ് ആയിക്കോട്ടെ, അത് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാവർക്കും ധൈര്യം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ. പക്ഷെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഇതുപോലത്തെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ അതിന്റെ പിറകെ പോകുന്നത്. ആൻഡ് അത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതൊരു റീസൺ ആണ് നിങ്ങൾക്ക് എവിടെ നിങ്ങൾ നഷ്ടമായിട്ടുണ്ടോ അവിടുന്ന് നിങ്ങൾ തിരിച്ച് കണക്ട് ചെയ്യാൻ ലൈഫിലേക്ക് ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട്. അതായത് നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്നത് പോലെ, ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുന്നത് പോലെ. ആൻഡ് മറ്റൊരു കാര്യം പറയേണ്ടത്, നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത്, എന്തൊരു കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ ഇത്ര കാലമായിട്ട് അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മേ ബി ലൈക്ക് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെ? നിങ്ങൾക്ക് വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കാം, ബട്ട് എന്താണെന്നുള്ളത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് വരുന്ന സമയത്ത്, സോ നിങ്ങൾക്ക് എന്തോ ഒരു താല്പര്യം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത്. എക്സാക്ട്ലി നിങ്ങൾക്കത് ലൈഫിൽ കിട്ടുന്നുണ്ട്. അത് മേ ബി നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ഇവന്റിന് വേണ്ടിയിട്ടായിരിക്കാം. മാരേജോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും മേജർ ഫംഗ്ഷൻ ആയിരിക്കാം, ഇവന്റ് ആയിരിക്കാം. സോ അതിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന, നിങ്ങൾ അത്രയും സന്തോഷമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യലി പറഞ്ഞതുപോലെ, നിങ്ങൾ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്, യു നീഡ് ടു റിലീസ് ദാറ്റ്. ഓക്കെ, അത് തോട്ട് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ആയിക്കോട്ടെ, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വാക്കുകൾ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ആയിക്കോട്ടെ. ഓക്കെ, അത് മസ്റ്റായിട്ട് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. സോ ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. എത്രമാത്രം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ബട്ട് ഗ്രൂപ്പ് നമ്പർ 1, ഐ ഹാവ് വൺ മോർ തിങ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്ത് പോസിബിൾ അല്ല എന്ന് തോന്നുന്നു, എസ്പെഷ്യലി മെന്റലി, ഫിസിക്കലി വരുന്ന സമയത്ത്, ശാരീരികപരമായിട്ട് നിങ്ങൾക്ക് എന്താണോ അസാധ്യമായിട്ട് ഈ ഒരു സമയത്ത് തോന്നുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്താണോ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഘടനയായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ ഇമോഷണലി വരുന്ന സമയത്തും എന്താണോ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല എന്ന് തോന്നുന്നത്, ഈ ഒരു വിഷമം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, ഇത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും മറക്കാനോ ക്ഷമിക്കാനോ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ആവശ്യമില്ലാണ്ട് നിങ്ങൾ ചില സ്റ്റബേൺ ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് തന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്, ലിമിറ്റിംഗ് ചിന്താഗതിയാണ്. അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കാര്യങ്ങൾ. ഓക്കെ, സോ അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 നൗ. ഹേ ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്? എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ നിന്ന് എന്തൊരു കാര്യം റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അത് പ്രോബബ്ലി നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കാം എനർജറ്റിക്കലി. ഓക്കെ, സോ എന്താണോ വരുന്നത്, ചിലത് നിങ്ങൾ വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഒരു ടൈമിൽ. സോ ഫൈനലി നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരിക്കണം. ആ ഒരു ടൈമിലാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീ എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടെംപ്ടേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് നല്ല കാര്യമാണ്, ക്വാളിറ്റി ഉള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതെങ്കിൽ ഡെഫിനറ്റ്ലി റിജക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്റർടൈൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് എസ്പെഷ്യലി ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, മുൻപ് നിങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുക അവരുടെ എഫേർട്ടിന്, ബട്ട് ഡോണ്ട് എൻകറേജ് ദം അഗെയിൻ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ചില മുറിവുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിന്, അല്ലെ? അത് ഹീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. സോ അത് വീണ്ടും ആ ഒരു മുറിവിന്റെ ആഴം കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാം. ഓക്കെ, ആളുകൾ അത് ശ്രദ്ധിച്ചോളണമെന്നില്ല, ബട്ട് നിങ്ങളല്ലേ ശ്രദ്ധിക്കേണ്ടത്, അല്ലെ? നിങ്ങളുടെ മനസ്സിലല്ലേ വിഷമം ഉണ്ടായിട്ടുള്ളത്. സോ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എന്റർടൈൻ ചെയ്യുക ലൈഫിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തോ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്, സോ ഗിവ് ടൈം ടു ഹീൽ ദാറ്റ്. ഓക്കെ, സോ വേണ്ട ഒരു കെയർ അതിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? ഗ്രൂപ്പ് നമ്പർ 2, എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, സോ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് വീണ്ടും ഗെയിൻ ചെയ്യാൻ പോകുന്നത്, നേടിയെടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രോങ്ങസ്റ്റ് വേർഷൻ കാണിച്ചു തുടങ്ങുന്നുണ്ട്. ഈവൻ നിങ്ങൾ ഫിസിക്കലിയും വീക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എണീറ്റ് നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു അസാധ്യമായിട്ടുള്ളൊരു ധൈര്യം, അസാധ്യമായിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഒരു ഹീറോ, ഒരു ഹീറോയിൻ പോലെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മെയിൻ ക്യാരക്ടറിലേക്ക് വരുന്നുണ്ട്. സോ ഇത്ര സമയം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മെയിൻ ക്യാരക്ടർ കൊടുത്തത് വേറെ ആളുകൾക്കൊക്കെ ആയിരിക്കാം, അല്ലെ? പക്ഷെ ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മെയിൻ ക്യാരക്ടറിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറൈറ്റ്, ആ ഒരു മാറ്റം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, സോ പല പ്ലേസിൽ നിന്നുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നിങ്ങൾ പുതിയ പുതിയ കാര്യത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ ചേഞ്ചിലേക്ക് ആക്സെപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾ റെഡി ആവുന്നുണ്ട്. അതായത് നിങ്ങൾ ചില കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ റെഡി ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു അടി കൊണ്ട് വീണ് കിടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എണീറ്റ് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെ? സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങൾ ലൈഫിന്റെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ചില കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ വീണ്ടും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലത്തെ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഇമോഷണൽ ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ ആവുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് പല ഇമോഷൻസും പല ആളുകളുടെ അടുത്ത് നിന്നുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ്. ഓക്കെ, അവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ചില ആളുകളുടെ ഒരു സപ്പോർട്ട്, ചില ആളുകളുടെ ഒരു നിങ്ങൾക്ക് നേരെ അവർ കാണിക്കുന്ന ഒരു ഇമോഷൻസ്, നിങ്ങൾ അത് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഒരു സ്ട്രെങ്ത് ആണ്. നമ്മൾ അത്രയും വീക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസിൽ നമുക്ക് ചില ആളുകളുടെ വാക്കുകൾ നമ്മളെ വലിയ രീതിയിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള എൻട്രീസ്, ആളുകളുടെ എൻട്രീസ്, പ്രസൻസ്, സ്നേഹം, നല്ല ഇമോഷൻസ്, ഇതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും പോവാണ്. ഓക്കെ, അതൊക്കെയാണ് നിങ്ങളെ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഗ്രൂപ്പ് നമ്പർ 2 കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ബെഡ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് സിറ്റുവേഷൻ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഡൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ലൈക്ക് ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കാം, ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. സോ നിങ്ങൾ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ബെഡ് റെസ്റ്റിലായിരിക്കാം ഈ ഒരു ടൈമിൽ. അല്ലാത്ത ആളുകളുടെ കാര്യമല്ല പറയുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങൾക്ക് എന്തൊരു പുതിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു ടൈം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? മേ ബി ലൈക്ക് നിങ്ങൾക്കൊരു നല്ലൊരു റെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങൾ മേ ബി ലൈക്ക് പ്രഗ്നൻസി സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം, എന്തെങ്കിലും അണ്ടർ ട്രീറ്റ്മെന്റ് പോകുന്ന ആളുകളായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റെസ്റ്റ് മാത്രമല്ല സംഭവിക്കുന്നത്, മെന്റലിയും ഇമോഷണലിയും നിങ്ങൾക്ക് വളരെ ഒരു കാമൻ അല്ലെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഒരു മാനസിക പ്രയാസത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഒരു സമാധാനം അല്ലെങ്കിൽ ആളുകൾ നിങ്ങളടുത്ത് വളരെ സമാധാനമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ നിങ്ങൾ മറ്റുള്ള ആളുകളുടെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻറ്റയർ ഫാമിലിക്ക് നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇമോഷണലി ആയിരിക്കാം, മെന്റലി ആയിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം. നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് എത്രമാത്രം ആളുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ നിങ്ങളൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ചില ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകളായിരിക്കാം, ഒട്ടും പരിചയമില്ലാത്ത ആളുകളായിരിക്കാം. ഓക്കെ, കാരണം മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളുടെ ഒരു സർവീസ് കൂടെ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കർമ്മയായിരിക്കാം, നിങ്ങളുടെ സർവീസ് ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കാം. ഓക്കെ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷൻസിലേക്ക് കണക്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങളും വളരെ ജെന്റിലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നത്. ഓക്കെ, സോ സ്നേഹത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ അതിന് ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അങ്ങനത്തെ ഒരു ചില ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത്, ചില ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ചില സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് അത് മോർ ഓവർ നമ്മൾ പോലും അറിയാതെ നമ്മളെ പല രീതിയിലും അവേക്കൻ ചെയ്യാൻ പോലും ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. സോ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ പാഷൻ, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു കൈവശം വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു രാജ്ഞിയായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു സ്കില്ലിൽ. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ അത് കോമ്പീറ്റ് ചെയ്യാൻ പല ആളുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു ടൈമിൽ, വരുന്ന ഒരു 1 month ടൈമിൽ നിങ്ങൾ ആ ഒരു കാര്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു കൺട്രോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫെയിം ആയിക്കോട്ടെ, അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ നാച്ചുറലി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്തും നിങ്ങൾക്ക് വേറെ കോമ്പറ്റീറ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ പോലും, ഈവൻ നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കൂടെ അവിടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് കൈവശം വെക്കാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് നല്ല റിട്ടേൺസ് തരുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ പാഷനൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, അത് അടുത്തൊരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ റീഡിംഗ് എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ നിങ്ങളുടെ പാഷൻ ആയിക്കോട്ടെ, എന്തൊരു കാര്യം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം. മേ ബി അത് മീഡിയ വഴിയുള്ള കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മീഡിയ വഴി സ്റ്റാർട്ട് ചെയ്യണം എന്ന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഓർ യൂട്യൂബ്, നിങ്ങളുടെ എന്തെങ്കിലും ടാലന്റ് അതിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നത് ആ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ അതിൽ കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് ഓരോ ടൈം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാക്ട്ലി കാണാൻ സാധിക്കും. വിസിബിൾ ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ലൈഫിന്റെ സ്റ്റാൻഡേർഡിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മേ ബി വിചാരിക്കുന്നുണ്ടാവും ഒരു 30 ഡേയ്സിനുള്ളിൽ ഇത്ര ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. യെസ്, നിങ്ങൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് എടുത്തു വരാം. എന്തെങ്കിലും ഒരു പാഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പഠിക്കുന്ന ആളുകളായിക്കോട്ടെ, അങ്ങനത്തെ താല്പര്യമുള്ള എന്തെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആളുകളാണ്, നിങ്ങൾക്ക് ഇനി ടൈം ഇല്ല, നിങ്ങൾക്ക് ആകെ 1 മാസം ടൈം കൂടെ ഉള്ളൂ, അല്ലെങ്കിൽ 1-2 മാസം ടൈമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ ഒരു ടൈമിൽ എങ്ങനെ പഠിച്ചു തീർക്കുന്നു വിചാരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് ഒരു 30 ഡേയ്സ് ടൈം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മിറാക്കുലസ്ലി ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം മുതൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഗൈസ്, നിങ്ങൾക്ക് ആ ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് നിങ്ങളുടെ ഈ ഒരു ടൈമിൽ. സോ അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ, എനർജി, ആക്ഷൻ എടുക്കാനുള്ള ഒരു പവർ, ആക്ഷൻ എടുക്കാനുള്ള ഒരു ക്രേവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അലൈൻഡ് ആയിട്ട് വരിക, ഇതൊക്കെ ഒരു ടീം വർക്ക് ആയിട്ട് വർക്ക് ചെയ്യുക. എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ബ്ലെസ്സിങ് ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരേ രീതിയിൽ, നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ചിന്തകളും ഒക്കെ ഒരേ രീതിയിൽ ഒരേ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ പലപ്പോഴും. സോ നിങ്ങൾക്കത് ഈ ഒരു വരുന്ന ഒരു 30 ഡേയ്സിൽ നിങ്ങൾക്കത് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് ഈവൻ ലൈക്ക് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആളുകളുണ്ട്. ഓക്കെ, ഫാമിലിക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആളുകൾ, മേ ബി ലൈക്ക് നിങ്ങൾ കൺസീവ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രഷർ നിങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ ഫാമിലി ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ ഒരു സമാധാനം, ശരീരത്തിന് ആ ഒരു റെസ്റ്റ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, കാരണം ലൈക്ക് നിങ്ങൾ കൺസീവ് ചെയ്യാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങൾ ആ ഒരു മനസ്സിനൊരു സമാധാനം, ഒരു റിലാക്സ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരം കൂടുതൽ
റെഡി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് അത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ പ്രഗ്നൻസിക്കുള്ള ഒരു പോസിബിലിറ്റി വളരെ നല്ല രീതിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങളുടെ ഒരു മാരേജ് ലൈഫിലേക്ക് വരുന്ന സമയത്തും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് സ്ട്രോങ് അഗെയിൻ നിങ്ങളുടെ ഫാമിലി ലൈഫ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ജോബിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, മേ ബി ലൈക്ക് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കാം, റൈറ്റ്? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കുക. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് ഒരുമിച്ച് വരണം, നിങ്ങളുടെ പാർട്ട്ണർ ഒരുമിച്ച് കൊണ്ടുവരണം, ഫാമിലിനെ ഒരുമിച്ച് കൊണ്ടുവരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ യെസ്, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഓക്കെ, സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇമോഷണൽ ലൈഫ്, അതായത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരെയാണോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ടൈമിൽ, ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ക്രേവ് ഉണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, ആഗ്രഹമുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലൈക്ക് അങ്ങനത്തെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കണ്ടുമുട്ടുന്നുണ്ട്, ചില കണ്ടുമുട്ടൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങൾക്കൊരു ഓവർഫ്ലോ ഇമോഷണലി, ഒരുപാട് ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി അവിടെ ക്ഷമേന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഇത് മേ ബി ലൈക്ക് ഇതെന്താണോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യാൻ പോകുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അത് നിങ്ങൾ ഒരുപാട് ക്ഷമ കെടുത്തിയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഒരുപാട് കാത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും, ഓക്കെ, ബർത്ത് ആണെന്നുണ്ടെങ്കിലും, റൈറ്റ്, ഇമോഷണൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇത് നിങ്ങളുടെ ക്ഷമ കെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതായിരിക്കും നിങ്ങൾ പ്രോബബ്ലി അതിൽ വലിയൊരു എക്സ്പെക്ടേഷൻ ഈ ഒരു ടൈമിൽ വെക്കാത്തത്. ആഗ്രഹം ഉണ്ടായിരിക്കണം, ബട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഏത് വഴിയിൽ കൂടെ പോകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ആ ഒരു കാര്യത്തിൽ നിന്ന് അറിയുണ്ടാവില്ല, അല്ലെ? സോ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടോ? സോ ഞാൻ വീണ്ടും അതിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുവരികയല്ല, ബട്ട് ദിസ് ഈസ് യുവർ കൺഫർമേഷൻ. ഓക്കെ, സോ ചില മാറ്റങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ചില കണ്ടുമുട്ടലുകൾ അതുപോലെ ഉണ്ടാവുന്നുണ്ട്. എന്താണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയം കാണാൻ ആഗ്രഹിക്കുന്നത്, ആളെന്ന് മാത്രം എന്നുള്ളതല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലൈഫിൽ മേജർ ചേഞ്ച് ഉണ്ടാക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ട്രസ്റ്റ് മീ, മാർക്ക് മൈ വേർഡ്, ഗ്രിപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിൽ വളരെ മേജർ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യം സംഭവിക്കും. ഓക്കെ, സോ അത് പ്രഗ്നൻസി ആയിരിക്കാം, ചില കണ്ടുമുട്ടലായിരിക്കാം, നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നതായിരിക്കാം. വാട്ട് ഇഫ് ലൈക്ക് നിങ്ങളുടെ ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു പാഷൻ ഉണ്ട്, അത് വരുന്നൊരു 30 ഡേയ്സിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് അതൊരു വലിയൊരു ഫെയിം കൊണ്ടുതരുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലൈഫ്, നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കാം? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? സോ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യാം, ആക്ഷനിൽ വരുന്ന സമയത്ത് ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വരുന്ന 30 ഡേയ്സ് ഫോർ ഷുവർ നിങ്ങളുടെ ലൈഫ് എൻറ്റയർലി ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഫിസിക്കലി നിങ്ങളുടെ ശരീരം വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അനുഭവം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വിച്ച് മീൻസ് നിങ്ങളുടെ ഒരു റൈറ്റ് പാർട്ട്ണർ ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറായിട്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻസ്, പ്രോബബ്ലി നിങ്ങൾ പ്രഗ്നൻസിക്കൊക്കെ നോക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഹെൽത്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ ഈ ഒരു കാര്യം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഒരു പോസിബിലിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, യു വിൽ ഫൈൻഡ് ദ വേ. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ലൈഫിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ചാൻസസ് ഇല്ലാത്തൊരു കാര്യത്തിന്റെ വഴി നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങളായിട്ട് കണ്ടെത്തല്ല, ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരും. സോ നിങ്ങൾ ലൈക്ക് ചില കാര്യങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഈവൻ ചില കാര്യങ്ങൾ മറന്നേ പോയിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ചില ആഗ്രഹങ്ങൾ. സോ പെട്ടെന്ന് കറങ്ങി തിരിഞ്ഞ ഒരു വഴിയിലേക്ക് എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക, ഓ ഇത് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെന്ത് മിറാക്കിൾ ആണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ എവിടേക്കോ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് നിങ്ങളൊരു വഴിയിലേക്ക്, നിങ്ങൾ എത്തേണ്ട ഒരു വഴിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ കൺഫർമേഷൻ. ഗ്രിപ്പ് നമ്പർ 2, പാഷൻ ഇഗ്നൈറ്റഡ്. ഓൾറൈറ്റ്, സോ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പാഷനെ പറ്റിയിട്ടാണ്, നിങ്ങളുടെ പേർപ്പസ്, നിങ്ങളുടെ ആഗ്രഹം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കണ്ടുമുട്ടൽ, ഇതൊക്കെ കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാർഡ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമാണ്. സോ എക്സ്പെക്ട്
ഇതുപോലത്തെ മാറ്റങ്ങൾ. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. ഹലോ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഗ്രൂപ്പ് നമ്പർ 3, ബിഫോർ ദ റീഡിംഗ്, ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഹാവ് എനി ടാലൻറ്റ്സ്. ഓക്കെ, സോറി, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവിന്, നിങ്ങളുടെ ലൈഫിൽ ഈ ടൈമിലുള്ള കാര്യത്തിന് എന്താണോ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിലുള്ളത്, ഫോക്കസ് മോർ ഓൺ ദാറ്റ്. ബിക്കോസ് ചില കാര്യങ്ങളുടെ ഒരു ഫ്ലോയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ അളവിൽ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹ്യൂജ് ഫൈനാൻഷ്യൽ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ഈ ടൈമിൽ നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടായിരിക്കാം, നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള ക്യാഷ് വരുന്നുണ്ടായിരിക്കണം, ചെറിയ ചെറിയ രീതിയിൽ, ചെറിയ ചെറിയ ഫ്ലോയിൽ. ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്ത് സംഭവിക്കുന്നില്ല എന്നുള്ളതിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യരുത്. സ്നേഹം നിങ്ങൾക്ക് വേണം, ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ചില കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും സ്നേഹത്തിന്റെ ഡിഫറെന്റ് ഫോം അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, ഒരുപാട് സീരിയസ് ആയിട്ട് ലൈഫ് എടുക്കരുത്. റൈറ്റ്, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് സിംഗിങ്, എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുക, മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, പെയിന്റിംഗ് ആയിരിക്കാം. സോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലേക്ക് വരുന്ന സമയത്ത്, അത് നല്ലതാണ്. നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ റീഫ്രഷ് ചെയ്യാനും നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനും ഒന്ന് എൻഗേജ്ഡ് ആക്കി വെക്കാനും ഹെൽത്തി ആയിട്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. 1 is ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ നിങ്ങളുടെ ഇതുപോലുള്ള ടാലൻസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് പോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടല്ല നിങ്ങൾ പല ആക്ഷനും കൊടുക്കേണ്ടത്. ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരാൻ വേണ്ടി, ആളുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി, അങ്ങനെയല്ല നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾക്കതിൽ വലിയ സന്തോഷം ഉണ്ടാവണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. എനിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, സോ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അതിനുള്ള ടൈമില്ല, എനിക്ക് എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, എന്റെ എനർജി പ്രൊട്ടക്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ വീക്കാണ്, എനിക്ക് ആ ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ മാത്രം എന്നുള്ളതല്ല, അതിനു വേണ്ടിയിട്ട് ആക്ഷൻ കൂടെ എടുക്കണം, അല്ലേ? സോ നമ്മൾ പറയും ചില ആളുകൾക്ക് നമ്മുടെ അടുത്ത് അവർക്ക് വലിയ സ്നേഹമാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവരുടെ ആക്ഷനിൽ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. സോ നിങ്ങൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കണം, അഫർമേഷൻ സെൽഫായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കണം, ബട്ട് ആക്ഷനിൽ അത് വരുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ബിക്കോസ് നിങ്ങൾ കൂടുതൽ ഇങ്ങനത്തെ കാര്യത്തിലേക്കാണ് നിങ്ങൾ എൻഗേജ്ഡ് ആവാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ഷവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കുറച്ച് സമയത്തേക്ക് നിങ്ങൾ പുറമേ സംഭവിക്കുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പുറമേ ഉണ്ടാകുന്ന പ്രോബ്ലം ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചേഞ്ചസ് ആയിക്കോട്ടെ, ഡോണ്ട് ബോദർ, അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കാതിരിക്കുക. ഈവൻ നിങ്ങളുടെ ഒരേ വീട്ടിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് സമയത്തേക്ക് നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കുറച്ചുകൂടെ ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, അതിന് ടെൻഷൻ ആക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം എക്സ്റ്റേണലി സംഭവിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് ടെൻഷനായി ഫീൽ ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു ടെൻഷൻ കൊടുക്കാതിരിക്കുക. ഓക്കെ, സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, സോ നിങ്ങളുടെ ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേണിന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ ഒരു മൂവിയുടെ ഒരു ക്ലൈമാക്സ് പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയൊരു അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, അല്ലെ? സോ ചിലതൊക്കെ എങ്ങനെ എൻഡായി, ചിലതിന് എങ്ങനെ നിങ്ങൾ പുറത്തേക്ക് വന്നു, ഇതൊക്കെ അതിശയമായിട്ട് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, റൈറ്റ്? അത് ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, ജോബിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്തു എന്നുള്ളത് അത്ഭുതത്തോട് കൂടിയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, ബട്ട് അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ എൻഡപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ അതൊന്ന് പുറത്തേക്ക് വന്നു, അത് വലിയൊരു മിറാക്കിളായിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമാണ്, അല്ലെ? സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഒരു കാര്യമാണ്. സോ ചില ട്രാക്കിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാണ്, നിങ്ങളൊരു റൈറ്റ് ട്രാക്കിലേക്ക് കൊണ്ടുവരാണ്. ഓക്കെ, ഒരു വഴി തെറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനലി നിങ്ങളുടെ റൈറ്റ്
പ്ലേസിലേക്ക് വരാണ്, റൈറ്റ് വഴി കണ്ടെത്താണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. ഓക്കെ, അങ്ങനത്തെ ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സോ നിങ്ങൾക്ക് വലിയൊരു അടിപിടി ബഹളമൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമാധാനമായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയാണ് ഈ ഒരു ടൈമിൽ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിന്റെ പല സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഒരു അവസ്ഥ ക്ലോസ് ചെയ്യാണ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ക്ലോസ് ചെയ്യാണ്, ലൈഫിലൊരു വലിയൊരു ലെസൺസ് നിങ്ങൾ പുറത്തേക്ക് സർവൈവ് ചെയ്ത് വരികയാണ്. മാർക്ക് ദിസ് വേർഡ്, സർവൈവൽ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോയിട്ടുള്ളത്, നിങ്ങൾ അത് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ആളുകളാണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ലൈഫിന് പല പല സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് വീണ്ടും ഇപ്പൊ നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥയിൽ എന്താണ് നിങ്ങൾ ജെന്യൂൻലി ഫേസ് ചെയ്തിട്ടുള്ളത്, അതൊന്നും നിങ്ങൾക്കൊരു റിട്ടേൺ വേണം അല്ലെ. ഇപ്പം നിങ്ങൾ പോയിട്ടുള്ള അവസ്ഥ ആർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനും ഒരു റിട്ടേൺ ഉണ്ടാവണം അല്ലെ. നമ്മളൊരു നല്ല കർമ്മയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിനൊരു റിട്ടേൺ ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് വേണ്ട ആളുകൾ അത് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾ ഈ ഒരു ഇതിനെ നിങ്ങൾ ഓവർകം ചെയ്തു വരുന്ന സമയത്ത് ഒരു റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് വർത്ത് ആണ്, അത് ക്വാളിറ്റി ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു നഷ്ടം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ ഈ ഒരു ലൈഫ് ജേർണിയിൽ സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് ഗോ, അക്സെപ്റ്റ് ചെയ്യുക സിറ്റുവേഷൻ, നിങ്ങൾ മുന്നോട്ട് വരിക. ഇപ്പൊ നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, മേ ബി ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒന്നില്ലാത്തടത്തു നിന്നായിരിക്കാം ഇനി തുടങ്ങാൻ പോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം, ബട്ട് ആ നഷ്ടങ്ങളൊക്കെ നികത്തുന്ന ഒരു പ്ലേസിലേക്കാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. അത് സാമ്പത്തികപരമായിട്ടായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, എല്ലാം വീണ്ടെടുക്കാൻ അവിടെ സാധിക്കുന്നുണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളായിരിക്കാം മേ ബി നിങ്ങൾക്ക് അതിന്ന് അകലേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം, നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കാം അല്ലെ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിലായിരിക്കും ചില ആളുകൾക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷേ ആ ഒരു നഷ്ടങ്ങൾ നികത്താൻ സാധിക്കുന്ന മാറ്റത്തിലേക്കാണ് ഇനി നിങ്ങൾ വരുന്നത്. സോ നിങ്ങൾ പോയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. വലിയൊരു പെരുമഴ പെയ്ത് തീർന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം, റൈറ്റ്. ആൻഡ് ഇനി നിങ്ങൾക്ക് പല പല കാര്യങ്ങൾ, അതായത് ഇപ്പൊ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അവിടെ നിന്നാണ് നിങ്ങൾ പല കാര്യങ്ങളും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, വീണ്ടും ലൈഫിന്റെ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വരാൻ ട്രൈ ചെയ്യുന്നത്. സി റൈറ്റ്, അവിടെ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫ് സിറ്റുവേഷൻസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് നിങ്ങൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇത് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ടാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഇതേപോലെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾ പോകുന്ന എന്തോ ഒരു അവസ്ഥ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് കാർമിക് സിറ്റുവേഷനിൽ കൂടിയായിരുന്നു നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഡസന്റ് മാറ്റർ നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്താന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പോയിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അത് ഈവൻ നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ചാലഞ്ച് ആണ്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്നു പോകേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോയി അത് ക്ലിയർ ചെയ്തു, അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തിട്ടാണ് ലൈഫിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്. ഓൾ റൈറ്റ്, ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും, മറക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും, അത് നിങ്ങളുടെ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങൾ മാറ്റി വേർതിരിച്ചിട്ടാണ് പോകുന്നത്. ചില ഓർമ്മകൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നുണ്ടാവില്ല, ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്നുണ്ടാവില്ല, ആ ഒരു ഓർമ്മകൾ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു അനുഭവങ്ങൾ. പക്ഷെ നിങ്ങളത് നല്ല രീതിയിൽ നിങ്ങളത് വേർതിരിച്ച് നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അങ്ങനത്തെ ഒരു സർവൈവൽ നേച്ചർ ഉള്ളൂ, അല്ലെങ്കിൽ അത് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. ഗ്രൂപ്പ് നമ്പർ 3, യു ഗൈസ് ആർ സച്ച് എ പവർഫുൾ സോൾ. നിങ്ങളത് ലീഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത്ര സ്ട്രോങ് ആയിട്ട് സിറ്റുവേഷൻ ലീഡ് ചെയ്യുന്നുണ്ട്, സ്മാർട്ട് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു ലൈഫ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരൊറ്റ റീസൺ ആണ് നിങ്ങൾ പല ഇമോഷൻസും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഈവൻ നിങ്ങൾക്ക് ലൈഫിന്റെ ഒരു എൻഡ് ആണെന്ന് തോന്നുന്ന ചില സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കണം അല്ലെ. ബിക്കോസ് നിങ്ങൾക്ക് ചില സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു കൺട്രോളിലല്ല ഉള്ളത് പോകുന്നത് ചില സിറ്റുവേഷൻ. പക്ഷെ
ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ നിങ്ങൾക്കൊരു എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, എന്ത് പോയിട്ടുണ്ട് എന്ത് വന്നിട്ടുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങളുടെ ടാലൻസ് എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ്, അതെന്തൊക്കെ സിറ്റുവേഷൻ വന്നു പോയാലും അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അതിലേക്കാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്നൊക്കെ റിക്കവർ ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്, വാട്ട് നെക്സ്റ്റ്? ഓക്കെ, സോ ചില ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാണ്, ചില ഇമോഷണൽ സിറ്റുവേഷൻ നിങ്ങൾ പുറത്തേക്ക് വരാണ്. ഓക്കെ, സോ അത് ഫേസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് പോകുന്നുണ്ടായിരിക്കുക. ലൈഫിന്റെ ഒരു ചലഞ്ച് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ ചില ആളുകൾ ഓൾറെഡി അത് ഓവർകം ചെയ്ത് നിങ്ങൾ ആ ഒരു ക്ലൈമാക്സ് സിറ്റുവേഷൻ വളരെ ബ്യൂട്ടിഫുള്ളി എൻഡ് ആക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സോ ചില ആളുകൾ ഓൾറെഡി ഓവർകം ചെയ്തിട്ടുണ്ട്, ചില ആളുകൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫേസ് കഴിഞ്ഞതായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് കഴിഞ്ഞു പോയിട്ടുള്ള അവസ്ഥ നിങ്ങളെ എത്രമാത്രം ടയേർഡ് ആക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം മനസ്സ് എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആക്കിയിട്ടുണ്ട്, എത്ര നിങ്ങൾക്ക് കെയർ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ചില ആക്ഷൻ ഒന്നും എടുക്കാണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്കിൻ കുറച്ചുകൂടെ യങ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, മൈൻഡ് കുറെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം, സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ കറേജസ് ആയിട്ട് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഇതുപോലത്തെ മാറ്റങ്ങൾ, അതായത് നിങ്ങൾ കുറെ കൂടെ ഒരു ജ്ഞാനിയെ പോലെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ചില പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് മറ്റുള്ള ആളുകളൊക്കെ വളരെ പാനിക് ആയിട്ട് ഡീൽ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങൾ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആയിട്ട് ചില സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ചില അനുഭവങ്ങൾ ലൈഫിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ചില ആളുകൾ വലിയ സീരിയസ് ആക്കി എടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കണം. റൈറ്റ്, ബിക്കോസ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഓപ്പണിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്, അങ്ങനത്തെ ഒരു അവേക്കനിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ തേർഡ് ഐ, ഗ്രേറ്റ് അവേക്കനിങ്, ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിൽ അത്ര ഒരു ചലഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഗ്രൂപ്പ് നമ്പർ 3, ബിക്കോസ് യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്, ഫേസിങ് ദാറ്റ്. റൈറ്റ്, നിങ്ങൾക്ക് ആ ഒരു കഴിവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈഫ് അത്ര ഒരു ടഫ് ആയിട്ടുള്ള ലെസൺ തന്നിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് ആ ഒരു കാര്യത്തിനാണ് നിങ്ങളെ ഗ്രേറ്റ് ആയിട്ട് അവേക്കൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. റൈറ്റ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ബാലൻസ്ഡ് അല്ലാണ്ട് തോന്നുന്നത്, എന്തൊക്കെയാണ് ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരും. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫിസിക്കാലിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എന്തൊക്കെയാണോ നിങ്ങൾക്ക് നഷ്ടമായിട്ട് പോയിട്ടുള്ളത്, എന്തൊക്കെയാണോ ബാലൻസ് ഇല്ലാണ്ട് പോയിട്ടുള്ളത്, എല്ലാം നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന ഒരു ടൈമിലേക്കാണ് വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്, അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു 10 രൂപ നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ 1,00,000 രൂപ നേടിയെടുക്കുന്നത് പോലെ. ഓക്കെ, അത്ര ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ ക്ഷമിക്കാനോ മറക്കാനോ പറ്റുന്ന മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു റീപ്ലേസ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് മെയിൻലി ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവുന്നുണ്ട് ഫിസിക്കലി വരുന്ന സമയത്ത്. ഓക്കെ, നിങ്ങളുടെ ഒരു സൗന്ദര്യം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന വേറൊരു ടൈം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. ട്രസ്റ്റ് മീ ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ബിക്കോസ് നിങ്ങൾ ഒരുപാട് ഒരു യങ് എനർജി, നിങ്ങളുടെ സ്കിന്നൊക്കെ വളരെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നാച്ചുറലി ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ടി കെയർ ചെയ്യുന്നതൊന്നുമല്ല, നിങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷെ ഇത് നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള ആളുകൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. മേ ബി അവർ പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക, എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഉണ്ടായത്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്നുള്ളത്.
ഓക്കെ, സോ നിങ്ങൾ അങ്ങനത്തെ ചില ബ്ലെസ്സിങ്ങിലൂടെ നിങ്ങൾ പോകുന്നുണ്ട്, അങ്ങനത്തെ ചില ഇൻക്രെഡിബിൾ ആയിട്ടുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ ധൈര്യമായിട്ട് ചില സിറ്റുവേഷൻ നിങ്ങൾ ഡീൽ ചെയ്യുക. ഈ ഒരു ടൈമിൽ നിങ്ങൾ കൂടെ കൂട്ടേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ബി ഗ്രേറ്റ്ഫുൾ. എന്താണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്ലേസിൽ നിങ്ങൾക്കുള്ളത് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങൾ അവിടെ നിന്നാണ് നിങ്ങൾ ഇനി എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് എല്ലാ പ്രോസ്പെരിറ്റിയും കൊണ്ടുതരാൻ പോകുന്നത്, റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ.